ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കെമിസ്ട്രി 8ാം ക്ലാസ്സിൽ ഇങ്ങനെ പഠിച്ച് വന്നിട്ട് ഏകദേശം പോർഷൻസ് ഒക്കെ തീർന്ന് ഇപ്പൊ നമ്മൾ അവസാനത്തെ ചാപ്റ്ററിലോട്ട് എത്തി. എന്താ ചാപ്റ്ററിന്റെ പേര്? ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്. ഫൈബേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നാരുകൾ. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് തന്നെ, നമ്മുടെ ചുറ്റും നമ്മളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ് പ്ലാസ്റ്റിക്കുകൾ. അപ്പൊ അതാണ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ വീഡിയോന്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്താണ്? പോളിമേഴ്സ് എന്താണ്? ഓക്കെ. അപ്പൊ പോളിമേഴ്സ് എന്താണ്, അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് പഠിക്കും. പക്ഷെ ബേസിക്കലി മനസ്സിലാക്കുന്ന ഒരു കാര്യത്തിലുള്ളൂ. പോളിമർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്, അതുപോലെ റബ്ബർ എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു വൈഡ് റേഞ്ച് ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പൗണ്ട്സിനാണ് നമ്മൾ പോളിമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മുടെ ചുറ്റും കാണുന്നതും മറ്റ് നമ്മുടെ ലൈഫിൽ ആപ്ലിക്കേഷൻ ഉള്ളതുമായിട്ടുള്ള വസ്തുക്കളൊക്കെ വെച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ സാധ്യതയുള്ള കമ്പൗണ്ട്സ് കൂടുതലും ഈ പോളിമേഴ്സ് എന്ന് പറയുന്ന കമ്പൗണ്ട്സിൽ പെടുന്നതാണ്. ഓക്കെ. അപ്പൊ പോളിമേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എനിവേ അത് നമ്മൾ ഡിസ്കഷനിൽ നമ്മൾ കാര്യത്തിലൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ പറയും. അപ്പൊ അതിന് മുന്നേ ഈ കെമിസ്ട്രി എന്ന് പറഞ്ഞ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും കെമിസ്ട്രി മാത്രമല്ല, കെമിസ്ട്രി ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏതോ സയൻസ് സബ്ജക്ട് എല്ലാം പഠിക്കുമ്പോൾ നിങ്ങളെ പ്രശ്നം എന്ന് അറിയും. നമ്മൾ എപ്പോഴും ചോദിക്കുക, അല്ല ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം? ഇതൊക്കെ നമ്മുടെ ചുറ്റും നമുക്ക് എങ്ങനെ കാണാൻ പറ്റും? ശരിയാണ്, ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. നിങ്ങൾ ഇപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പോർഷനോ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പോർഷനോ ഒറ്റയടിക്ക് നമ്മുടെ ചുറ്റും നമുക്കത് ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അതിനെ തുടർന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം റേഷണലായിട്ട് ചിന്തിക്കുക, നമ്മൾ യുക്തിപരമായി ചിന്തിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വെറുതെ കാര്യങ്ങൾ. അപ്പൊ ഫാൻ വർക്ക് ചെയ്യുന്നു, ഫാൻ ഉണ്ട്, ഫാൻ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഫാൻ അവിടെ ഉണ്ട്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ശരി, ഭക്ഷണത്തിന് നമ്മൾ ഉപ്പൊക്കെ ആഡ് ചെയ്യുന്നു, അത് രുചിക്ക് വേണ്ടി ആഡ് ചെയ്യുന്നു, അത്ര ഒരു കാര്യത്തിൽ മാത്രമേ നമ്മൾ ചിന്തിക്കൂ. പക്ഷേ ഈ പോയിസൺ ഉണ്ടാവുക അല്ലെങ്കിൽ രോഗങ്ങൾ മാറും, നമ്മൾ മരുന്നൊക്കെ ഉപയോഗിക്കുന്നു. അല്ല ഇപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിൽ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു കൃഷിക്കാരൻ പുള്ളിക്കാരന്റെ കൃഷി കുറച്ചുകൂടി മെച്ചപ്പെടാൻ വേണ്ടി ഫെർട്ടിലൈസേഴ്സ്, എന്താണ്, രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് അല്ലേ? രാസവസ്തുക്കൾ, കീടനാശിനിയും മറ്റൊക്കെ ഉപയോഗിച്ചിട്ട് കൃഷി കുറച്ചുകൂടി മെച്ചപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് രോഗവും മറ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മരുന്നുകൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ എവിടുന്ന് ഉണ്ടാക്കുന്നത്? ഈ മരുന്നൊക്കെ ബേസിക്കലി എന്താണ്? ഇതൊക്കെ കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. നമ്മുടെ ചുറ്റും കാണുന്ന സാധനങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പൊ കെമിക്കൽ സബ്സ്റ്റൻസ് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ മനസ്സിലാവും? അവിടെയാണ് ഈ കെമിക്കൽ എക്സ്പെരിമെന്റ്സിന്റെ കാര്യം വരുന്നത്. എക്സ്പെരിമെന്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് ഇത് എത്രത്തോളം മനുഷ്യന് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പം ചില മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ രോഗം മാറും, പക്ഷെ അതിന്റെ കൂടെ തന്നെ ഇപ്പം നല്ല ക്ഷീണമോ അല്ലെങ്കിൽ വയറുവേദനയോ അങ്ങനെ വേറെ പല പ്രശ്നങ്ങളും അതിന്റെ കൂടെ തന്നെ വരുന്നതെന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അപ്പൊ സൈഡ് എഫക്ട്സ് കുറയുന്ന രീതിയിൽ മരുന്നുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് സയന്റിസ്റ്റുകളെ സംബന്ധിച്ച്, അതിലുള്ള റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റുകളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങളും കീടനാശിനിയൊക്കെ എടുത്തു നോക്ക്. ചെടികൾക്ക് നല്ലതാണ്, പക്ഷെ അത് ഉപയോഗിക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലോ? അതുപോലെ ചെടികൾക്ക് ഒരു കാര്യം, ഇപ്പൊ ചെടികളിൽ ഒരു പർട്ടിക്കുലർ കീടത്തിന്, ഒരു പർട്ടിക്കുലർ ഓർഗാനിസിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കീടനാശിനി ഉപയോഗിക്കുന്നു. അപ്പൊ ആ കീടം പോവും, പക്ഷെ ബാക്കിയുള്ള കീടങ്ങളോ അല്ലെങ്കിൽ ആ ചെടിയുടെ വളർച്ച, ചെടിയിൽ എന്താണ്, ഇപ്പൊ പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു മരം, അതിന് പഴങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സഹായിക്കും, പക്ഷെ അത് അതിന്റെ വേര് നശിപ്പിക്കുന്നുണ്ടെങ്കിലോ? അപ്പൊ നമ്മുടെ കീടനാശിനി ആയിക്കോട്ടെ, മരുന്നുകളായിക്കോട്ടെ, ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഇതിന്റെ സൈഡ് എഫക്റ്റുകളൊക്കെ മിനിമൈസ് ചെയ്തിട്ട് അതങ്ങനെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ നമുക്ക് ആക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലായിരിക്കണം എക്സ്പെരിമെന്റ് നടക്കുന്നത്. അവിടെയാണ് കെമിസ്ട്രിയുടെ പ്രാധാന്യം. ഒരു കെമിസ്റ്റിന്റെ ജോലി എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ മനുഷ്യർ ഉപയോഗിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, അതായത് കുറച്ചുകൂടി എക്കോളജിക്കലി കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ടുള്ള, അതായത് നമ്മുടെ പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ചാലഞ്ച്. അപ്പൊ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പല സാധനങ്ങളും പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള കെമിക്കൽസ് അല്ല. അപ്പൊ അതിന് ഇണങ്ങുന്ന രീതിയിൽ ഉപയോഗിക്കാനും ഇണങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു ചാലഞ്ച്, അത് മനസ്സിലാക്കാനാണ് കെമിസ്ട്രി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ മാത്രമാണോ നിൽക്കുന്നത്? അല്ല. ഇപ്പൊ നമ്മുടെ ചുറ്റും നോക്കിയേ, നമ്മുടെ തുണിത്തരങ്ങൾ നമ്മൾ കോട്ടൺ തുണികൾ കേട്ടിട്ടുണ്ട് അല്ലെ? കോട്ടൺ തുണികൾ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ബാക്കി ഇപ്പം പല പല തുണികളും കാര്യങ്ങളൊക്കെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കുറെ സാധനങ്ങൾ അല്ലെ? കോട്ടൺ തുണികളാണ് നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. ജൂട്ട് എന്ന് പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തുണികൾ ഉണ്ടാക്കുന്നത്. വൂളിന്റെ, അതായത് തണുപ്പുള്ള സമയത്തൊക്കെ പരുത്തി, കമ്പിളി പുതപ്പ് എന്നൊക്കെ, പരുത്തി തുണി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കമ്പിളി പുതപ്പ് എന്ന് കേട്ടിട്ടില്ലേ? അതൊക്കെ പലതരം. അതുപോലെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ നാടനായിട്ടുള്ള കയറൊക്കെ എന്താണ്? തെങ്ങിന്റെ ചകിരി വഴി അങ്ങനെ ഉണ്ടാക്കുന്നതാണ് കയറുണ്ടാക്കുന്നത്. അതൊക്കെ നാച്ചുറൽ ആയിട്ടാണ്. പക്ഷെ അത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ല. പല പല വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് അല്ലെ? സിൽക്ക് ഒക്കെ നമ്മൾ ശരി നാട്ടിൽ സാധാരണ നമ്മൾ പട്ടുനൂൽ പുഴയിൽ നിന്ന് സിൽക്ക് ഉണ്ടാക്കുന്നതൊക്കെ, പക്ഷെ അതല്ലാതെ ഇപ്പൊ ജോർജറ്റ് എന്നൊക്കെ പറഞ്ഞ മെറ്റീരിയൽ, അല്ലെങ്കിൽ റയോൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ, നൈലോൺ, പോളിസ്റ്റർ എന്ന് പറഞ്ഞ മെറ്റീരിയൽ അല്ലെ? ഇങ്ങനെ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് മെറ്റീരിയൽസ് ആണ് ക്ലോത്തിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഉണ്ടാക്കുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ബേസിക്കലി പുതിയ പുതിയ കെമിക്കൽസ് ആണ് അതിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെ? നമ്മുടെ ഒറിജിനൽ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കാര്യത്തിന് ചില പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ആ പ്രോബ്ലംസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് പുതിയ പുതിയ നാരുകൾ, പുതിയ ഫൈബേഴ്സ്. ഓക്കെ. അതുപോലെ കെട്ടിടം പണി നിങ്ങൾ എടുത്ത് നോക്ക്. കെട്ടിടം പണി നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? കമ്പികൾ ഉപയോഗിക്കുന്നുണ്ട്, സിമെന്റ് ഉപയോഗിക്കുന്നത്. ഈ കമ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റീലിന്റെ കമ്പിയാണെങ്കിൽ സ്റ്റീൽ എന്താണ്? സ്റ്റീല് ഇരുമ്പിന്റെ, അതായത് Fe, അതുപോലെ തന്നെ
കാർബൺ, അതുപോലെ തന്നെ എന്താണ് നിക്കൽ, അതുപോലെ തന്നെ ക്രോമിയം, ഇതിന്റെയൊക്കെ ഉള്ള ഒരു എന്താണ് ഒരു അലോയ് ആണ്. സിമെന്റ് എന്ന് പറഞ്ഞാൽ സിമെന്റും ഒരു കെമിക്കലാണ്. കാൽസ്യം സൾഫേറ്റിനൊക്കെ പലതരത്തിലുള്ള മിക്സ്ചറാണ് നമ്മൾ സിമെന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എന്താ നമ്മൾ കാണുന്നത്? എല്ലാ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രീന്റെ പല പല ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മുടെ ലോകത്തിൽ ഒരുപാട് സാധനങ്ങൾ. എല്ലാം കെമിക്കൽസ് ആണ്, ഞാൻ പറഞ്ഞ ലോകത്തിന്റെ സ്പന്ദനം മൊത്തം കെമിസ്ട്രിയിലാണെന്നും ഞാൻ പറയുന്നില്ല. എല്ലാ വിഷയവും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ പലതും കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളതാണ് അല്ലേ. നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചിട്ട്, ഉദാഹരണത്തിന് ഞാൻ പറയുമ്പോൾ ലേസ്, അല്ലെങ്കിൽ നമ്മൾ പെപ്സി, കൊക്കക്കോള, അല്ലെങ്കിൽ നമ്മൾ മുഖത്തേക്കുന്ന ക്രീം ആയിക്കോട്ടെ, ഫേസ് വാഷ് ആയിക്കോട്ടെ, സോപ്പ് ആയിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ ഓയിൽസ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് സാധനം വായിച്ചു നിങ്ങൾ അതിന്റെ പിന്നിലുള്ള കണ്ടൻസ് വായിച്ചു നോക്കും. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കണ്ടൻസ്. ഇപ്പോൾ കോക്കനട്ട് ഓയിൽ വെച്ചാൽ കോക്കനട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ കൂടെ തന്നെ സ്റ്റെബിലൈസർ, എമൾസിഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ വേറെ കുറെ കെമിക്കൽസ് വരുന്നുണ്ടാവും അല്ലേ. അതുപോലെ നിങ്ങൾ ഇപ്പം വേറെ എന്തെങ്കിലും പൊടി ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കോസ്മെറ്റിക്സ്, ഈ ഷാമ്പു അങ്ങനത്തെ വാങ്ങിച്ചാൽ ഷാമ്പൂവിന് ഫുൾ കെമിക്കൽസ് ആയിരിക്കും. അതിലൂടെ കളറിന് ചേർക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, മണത്തിന് ചേർക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിന്റെ ക്ലീനിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി കുറച്ചുണ്ട്, അതിൽ കൂടുതൽ ഫോം, അതായത് പത ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളുണ്ട്, അതിന്റെ സ്മൂത്ത് സ്ട്രക്ചറിന് വേറെ സാധനമുണ്ട്. പല പല കെമിക്കൽ, ഓരോന്നിനും പല പല കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളത്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് ഗുണമുള്ളതുണ്ട്, അതിന് ദോഷമുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നമ്മുടെ കെമിക്കൽ സബ്സ്റ്റൻസ് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാണുന്നത്. അപ്പൊ അതിൽ ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് കമ്പൗണ്ട്സിനെ മാത്രമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പരിചയപ്പെടാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന, ഏറ്റവും കൂടുതൽ മോശമുണ്ടെന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർ പ്ലാസ്റ്റിക് വേസ്റ്റ്. നമുക്ക് ഇതിനിടയിൽ തന്നെ ബ്രഹ്മപുരത്ത് മറ്റേ വേസ്റ്റ് പ്ലാന്റിൽ കത്തിച്ചിട്ട് എറണാകുളത്തൊക്കെ ഫുൾ പുക പടർന്നിട്ട് കുറേ ദിവസം ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്താണ്? ഈ വേസ്റ്റ് കത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ്. ഇത്ര കുറെ വേസ്റ്റ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് പ്ലാസ്റ്റിക് ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മളത് വേസ്റ്റ് ബെന്നിലിടുന്നു. അതിപ്പം കുടുംബശ്രീയുടെയോ ആശാ വർക്കറോ വന്നിട്ട് അത് എടുത്തിട്ട് കൊണ്ടുപോകുന്നു, നമ്മൾ അവർക്ക് പൈസ കൊടുക്കുന്നു, അവരെടുത്തിട്ട് കൊണ്ടുപോകുന്നു. അത്രയും നമുക്ക് അറിയൂ. ഇത് കഴിഞ്ഞിട്ട് വേസ്റ്റ് പ്രോസസ്സിങ്, വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്കുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. നമ്മൾ ഈ വരുന്ന വേസ്റ്റുകളൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും? ആ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന പൊല്യൂഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യും? വേസ്റ്റ് മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. റീസൈക്ലിംഗ് ആണോ എന്തോ ആയിക്കോട്ടെ, അത് നമ്മൾ പഠിക്കണം. അപ്പൊ ആ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്ന ഏറ്റവും നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഹോൾ വേൾഡ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആണ് വേസ്റ്റ് മാനേജ്മെന്റ്. എനിവേ അതൊന്നും ഞാൻ പോകുന്നില്ല. പ്ലാസ്റ്റിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കമ്പൗണ്ടിൽ ഈ ചാപ്റ്ററിൽ വരുന്ന, പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പ്ലാസ്റ്റിക് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് വെച്ചാൽ പോളിമേഴ്സിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നോക്കി, ഈ ചെടിയെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? കണ്ടോ ഇല്ല നിങ്ങൾക്ക് അറിയാം. ഇത് നമ്മൾ പരുത്തി അഥവാ പഞ്ഞി എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ്. പരുത്തി നിന്ന് നമ്മൾ കോട്ടൺ ഉണ്ടാക്കിയിട്ട് കോട്ടൺ ക്ലോത്ത്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചെറിയൊരു ചെടിയാണ്. അപ്പൊ ഇതെന്താണ്? ഇതൊരു തരത്തിലൊരു പോളിമറാണ്. അതെങ്ങനെ പോളിമർ ആവുന്നത് ഞാൻ പറയാം. പിന്നെ ഈ സൈഡിൽ നോക്കിയാൽ റബ്ബറിന്റെ ടയറുകളാണ്. വണ്ടികളിൽ എല്ലാറ്റിലും ഉപയോഗിക്കുന്ന സാധനം റബ്ബർ ടയേഴ്സ്. റബ്ബറും അതിന് കുറച്ച് മിക്സറൊക്കെ ആയിട്ട് റബ്ബറിന്റെ ടയറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ് എടുക്കുന്നത്? അതും ഒരു പോളിമറാണ്. അപ്പൊ അതും ഒരു കമ്പൗണ്ട്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കമ്പൗണ്ട്സ് ആണ്. സോ അതും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബേസിക്കലി പോളിമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ കുറെ സമയം പോളിമർ എന്താ പോളിമർ? പോളിമർ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മോളിക്കൂൾ. ഒന്നാമത്തെ കാര്യം, പോളിമർ വലിയൊരു മോളിക്കൂൾ. നമ്മുടെ കെമിസ്ട്രിയിലെ ചെറിയ ചെറിയ മോളിക്കൂൾ, വലിയ മോളിക്കൂൾ. വലിയ വെച്ചാൽ കണ്ടുകൊണ്ട് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ വലിയ മോളിക്കൂളാണ്. അപ്പൊ എന്താണ്? പോളിമേഴ്സ് ആർ മാക്രോ മോളിക്കൂൾ. മാക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോസ്കോപ്പ്, ചെറിയ സാധനങ്ങളെ കാണാൻ ഉപയോഗിക്കുന്നത്. മൈക്രോ കുഞ്ഞി, മാക്രോ വലുത്. അപ്പൊ മാക്രോ മോളിക്യൂൾസ് വലിയ മോളിക്യൂൾസ് ആണ്. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ദേ ആർ ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് സിമ്പിൾ മോളിക്യൂൾസ്. ആ സിമ്പിൾ മോളിക്യൂൾസ് നമ്മൾ മോണോമേഴ്സ് എന്ന് പറയും. അപ്പൊ എന്താണ്? ഈ ഒരു പിക്ചറിൽ കൊടുത്ത പോലെ ചെറിയ ചെറിയ മോണോമർ, കുഞ്ഞു കുഞ്ഞു സിംഗിൾ ആയിട്ടുള്ള മോളിക്യൂൾസ് ഒക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു ചെയിൻ ടൈപ്പ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ചങ്ങല പോലെ ഫോം ചെയ്യുന്ന ഒരു കമ്പൗണ്ടാണ് പോളിമർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ചെറിയ ചെറിയ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് വലിയ പോളിമർ ഉണ്ടാകുന്നത്. മിക്കവാറും പോളിമേഴ്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു പോളിമറിന്റെ ഒരു എക്സാമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ടൊരു പോളിമറിന്റെ എക്സാമ്പിൾ പോളി എത്തീൻ. നമ്മളിപ്പോൾ സഞ്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ പോളിത്തീൻ കവർ, അതാണ് പോളിത്തീൻ എന്നല്ല, പോളിത്തീൻ നമ്മൾ ഒന്നിച്ച് പറഞ്ഞ പോളി എത്തീൻ ആണ് സാധനം. അപ്പൊ അതെന്താണ് സാധനം? അതിൽ എന്ന് വെച്ചാൽ അത് കാണാൻ അതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. CH2 N ടൈംസ്. ഇതുപോലെയാണ് അത്. അതിന്റെ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കും. ഞാൻ പറഞ്ഞ ഉദ്ദേശം വെച്ചാൽ ഈ ചെറിയ സാധനം ഉണ്ടല്ലോ, അതായത് CH2 ഈ ചെറിയൊരാളുണ്ടല്ലോ, ഇതാണ് ഇതിന്റെ മോണോമർ. ഈ സാധനം മാത്രമേ ഉള്ളൂ. നിങ്ങൾ പോളിത്തീൻ എന്ന് പറഞ്ഞ സാധനം, പോളിത്തീൻ കവറിൽ ആകെയുള്ള സാധനം ഇതാ, ഈ എത്തീൻ എന്ന് പറഞ്ഞ സാധനമാണ്. അത് എത്തീൻ എന്ന് പറഞ്ഞ സാധനം, അതിന്റെ പേരെങ്ങനെ വരുന്നത് അതൊന്നും നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട. എത്തീൻ എന്ന് പറഞ്ഞ ഈ ഒരു ചെറിയ മോണോമേഴ്സ് ചേർന്നിട്ടാണ് വലിയ പോളി എത്തീൻ എന്ന് പറഞ്ഞ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ചങ്ങല പോലെ ഇതിങ്ങനെ അടുപ്പിച്ച് കണ്ടോ? കുഞ്ഞു കുഞ്ഞു കടുകുമണി പോലത്തെ സാധനമാണ്. അവരിങ്ങനെ എന്താണ് ഈ
നടുവിൽ വര കണ്ടോ, അതാണ് ബോണ്ട് വഴി ഇങ്ങനെ ജോയിൻ ചെയ്ത് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു പോളിമർ ഉണ്ടാവും. അപ്പൊ പോളിമറിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്താണ്, മോണോമർ ആണ്. അപ്പൊ മോണോമേഴ്സ് ഒക്കെ ചേർന്നിട്ട് ഈ പോളിമർ ഉണ്ടാവുന്നുണ്ടല്ലോ, അതിനാണ് നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയും. എന്താണ് പോളിമറൈസേഷൻ എന്ന് വെച്ചാൽ മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് പോളിമേഴ്സ് ഉണ്ടാവുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പോളിമർ എന്താണ്, പോളിമേഴ്സ് ആർ മൈക്രോമോളിക്യൂൾസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് മോണോമേഴ്സ് ഓർ ദേ ആർ സിമ്പിൾ മോളിക്യൂൾസ്. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തത് സിന്തറ്റിക് ഫൈബേഴ്സ് എന്നാണ്. അതെന്താന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട. പോളിമർ ആണ്, ഒരു ടൈപ്പ് ഓഫ് പോളിമർ ആണ് ഫൈബേഴ്സ്. സിന്തറ്റിക് എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഫൈബർ ഒന്നുമില്ല. സാധാരണ പോളിമേഴ്സിന്റെ എല്ലാറ്റിന്റെയും ഉണ്ടാവുന്നത് ഇങ്ങനെ തന്നെയാണ്, മോണോമേഴ്സ് കമ്പൈൻ ചെയ്ത് പോളിമർ. ഫൈബേഴ്സ് ആയിക്കോട്ടെ, പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ, എല്ലാവരും പോളിമേഴ്സ് ആണ്. അതായത് പ്ലാസ്റ്റിക്, ഫൈബർ, റബ്ബർ 3 പേരും ടൈപ്പ് ഓഫ് പോളിമേഴ്സ് ആണ്. എല്ലാ പോളിമറും ഉണ്ടാവുന്നത് ഇങ്ങനെ മോണോമർ കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ പോളിമർ ഞാൻ പറഞ്ഞു, മോണോമർ കമ്പൈൻ ചെയ്തിട്ടാൽ പോളിമർ ഉണ്ടാവും. ഒരുപാട് മോണോമേഴ്സ് ചേർന്നിട്ട് പോളിമർ ഉണ്ടാവും. 2 മോണോമർ ചേർന്നിട്ട് നമുക്ക് എന്തുണ്ടാവും, ഡൈമർ എന്ന് പറയും. 2 എന്ന് വെച്ചാൽ ഡൈമർ ഉണ്ടാവും. 3 ആൾ ചേർന്ന ട്രൈമർ. 3ൽ കൂടുതൽ, എന്നാൽ ഒരുപാടൊന്നുമില്ല, 3ൽ കൂടുതൽ 4, 5, 6, 7, 8, 9, 10, 11 അങ്ങനെ കുറച്ച് നമ്പേഴ്സ്, നമുക്ക് എണ്ണാൻ പറ്റുന്ന നമ്പേഴ്സ് മാത്രമാണ് നമ്മൾ അതിന് എന്ത് പറയും, ഒലിഗോമർ എന്ന് പറയും. അപ്പൊ എന്താണ്, മോണോമർ കമ്പൈൻ ചെയ്ത് 2 മോണോമർ ചേർന്ന് ഡൈമർ ആവും, 3 മോണോമർ ആവുമ്പോൾ ട്രൈമർ ആവും, 4 അതിലധികം ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഒലിഗോമർ. ഇനി ഒരുപാട് എണ്ണത്തിലധികം കൂടുതലായി നമ്മൾ അതിന് എന്ത് പറയും, പോളിമർ. കണ്ടോ, വലിയൊരു ചെയിന് പോലെ കണ്ടോ സ്ട്രക്ചർ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോളിമേഴ്സ് എക്സാമ്പിൾസ് എന്താണ്, നമ്മളിപ്പം ചുറ്റും കാണുന്ന എക്സാമ്പിൾസ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ പ്രോട്ടീൻ, സ്റ്റാർച്ച് എന്നൊക്കെയുള്ള എന്താണ്, പോളിമേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. സ്റ്റാർച്ചിന്റെ മോണോമേഴ്സ് ആണ് എന്ത് പറയുന്നത്, ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. പ്രോട്ടീന്റെ മോണോമേഴ്സ് ആണ് ആര്, അമിനോ ആസിഡ്. നിങ്ങൾ കേട്ട് പരിചയമുള്ള ആൾക്കാർ. സ്റ്റാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ പഴങ്ങളും മറ്റു സാധനങ്ങളൊക്കെ ആകുമ്പോൾ സ്റ്റാർച്ച് ആണ് നമ്മൾ പറയും അല്ലേ. കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ സ്റ്റാർച്ച് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ സ്റ്റാർച്ച് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഗ്ലൂക്കോസ് എന്ന മോണോമർ ചേർന്നിട്ടാണ് സ്റ്റാർച്ച് ഉണ്ടാവുന്നത്. അതുപോലെ പ്രോട്ടീൻ, നമ്മുടെ പ്രോട്ടീൻ പൗഡർ, പ്രോട്ടീൻ അതാണ്, ഇതിൽ പ്രോട്ടീൻ ഉണ്ട്, മുട്ടയിൽ പ്രോട്ടീൻ ഉണ്ട്, രാവിലെ പ്രോട്ടീൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ പ്രോട്ടീൻസ് ഉണ്ടാക്കിയിട്ടുള്ള എങ്ങനെയാണ്, അമിനോ ആസിഡ്സ് ആണ്. അമിനോ ആസിഡ്, പല അമിനോ ആസിഡ് ആകുമ്പോൾ കോമ്പിനേഷൻ മാറുമ്പോൾ പ്രോട്ടീനും മാറും. അത്രയേ ഉള്ളൂ. അപ്പൊ പോളിമേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 3 പ്രധാനപ്പെട്ട പോളിമേഴ്സ് ആണ്. ആരൊക്കെയാണ്, ഫൈബേഴ്സ്, പ്ലാസ്റ്റിക്സ്, റബ്ബേഴ്സ്. അപ്പൊ ഫൈബർ എന്ന് വെച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നാരുകൾ എന്ന് പറയും. എന്താണ്, മാനുഫാക്ചർ ഓഫ് സ്ട്രോങ് ത്രെഡ്സ്. ഇപ്പൊ ത്രെഡുകൾ ഉണ്ടല്ലോ, നാരുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയാ, ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സ് എന്ന് വെച്ചാൽ അങ്ങനെ ത്രെഡുകൾ ഉണ്ടാക്കിയിട്ടില്ല, അതിനാണ് നമ്മൾ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള ത്രെഡുകൾ നമ്മൾ ഫൈബേഴ്സ് എന്ന് പറയാം. എക്സാമ്പിൾ ആണ് കോട്ടൺ, റയോൺ, നൈലോൺ. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കിങ്ങനെ ചൂടാക്കിയിട്ടും തണുപ്പിച്ചിട്ടൊക്കെ അതിന്റെ രൂപം മാറ്റാൻ പറ്റും, ക്യാൻ ബി മോൾഡഡ്. അതിന് എക്സാമ്പിൾ ആണ് പോളിത്തീൻ, PVC പൈപ്പുകളൊക്കെ അല്ല, PVC പൈപ്പുകൾ, PVC, ബാക്കലൈറ്റ് എന്ന് പറയുന്നത് സ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാക്കലൈറ്റ് എന്ന് പറയുന്നത്, ടൂത്ത് ബ്രഷൊക്കെ ഇല്ല, ബ്രഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതും ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പൊ പ്ലാസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു വലിയ ഗ്രൂപ്പാണ്. നമ്മൾ ഓരോന്നും പല ടൈപ്പ് പ്ലാസ്റ്റിക്സ് ആണ്, എല്ലാവരും പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ഓരോ പ്ലാസ്റ്റിക്കും ഓരോ തരത്തിലാണ്. ഇപ്പൊ പോളിയെത്തീൻ എന്ന് പറഞ്ഞാൽ കവറിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ PVC പൈപ്പിന് ഉപയോഗിക്കും, ബാക്കലൈറ്റ് സ്വിച്ച്, അതുപോലെ നമ്മളെ ബ്രഷിന്റെ ഹാൻഡിൽ, അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കലൈറ്റ് ഉപയോഗിക്കുക. അപ്പൊ ഓരോ ആൾക്കാരും ഓരോ ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നൈലോൺ എന്ന് പറയുമ്പോൾ അത് പ്ലാസ്റ്റിക് അല്ലെന്ന് വെച്ചാൽ അല്ല, അത് ഫൈബർ ആണ്, പക്ഷെ അതൊരു പോളിമർ ആണ്. പിന്നെ റബ്ബർ, അവസാനം നമ്മുടെ റബ്ബർ പറയും. എന്താണ് റബ്ബർ, ഇലാസ്റ്റിക് ആയിട്ടുള്ള പോളിമർ, വലിക്കാനും നീട്ടാനും അങ്ങനെയൊക്കെ ചൂടാക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു പോളിമർ ആണ് റബ്ബർ എന്ന് പറയുന്നത്. സിലിക്കോൺ റബ്ബർ, നിയോപ്രിൻ. സിലിക്കോൺ റബ്ബർ എന്താണ്, നമ്മളിപ്പം സിലിക്കോൺ സർജറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതൊക്കെ ഒരു ടൈപ്പ് ഓഫ് റബ്ബർ ആണ്. ഓക്കെ, നിയോപ്രീൻ എന്ന് പറയുന്നത് നമ്മൾ ടയറൊക്കെ ഉണ്ടാക്കാൻ പോയത് നോർമലായിട്ട് റബ്ബറാണ് നിയോപ്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പോളിമേഴ്സിന് ടൈപ്പ് നിങ്ങൾ മനസ്സിലായി, 3 ടൈപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ പോളിമേഴ്സിൽ തന്നെ നമ്മളിപ്പം ആദ്യം ഉണ്ടായത് പ്രോട്ടീൻസ് ഒക്കെ ഉണ്ടായിട്ടാണ്, അമിനോ ആസിഡ്സ് ഉണ്ടായി, അതിൽ നിന്ന് പ്രോട്ടീൻസ് ഉണ്ടായിട്ടാണ് ജീവികൾ ഉണ്ടായെന്നൊക്കെയാണ് നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുന്നത്, ബയോളജിക്കൽ ഹിസ്റ്ററി. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ലിവിങ് ബീയിങ്സിൽ, നമ്മളെ എല്ലാ ജീവികളിലൊക്കെ കാണപ്പെടുന്ന കുറച്ച് പോളിമേഴ്സ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബയോ പോളിമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബയോ പോളിമേഴ്സ് അതൊക്കെ ഏത് പോളിമേഴ്സ്, അങ്ങനെ ജീവികളിൽ കാണുന്ന പോളിമേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ നമ്മൾ DNA നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് എന്താണ് ചില പ്രോട്ടീൻസ് ഉണ്ട്, അതൊക്കെ ജീവികളിൽ കാണുന്ന എന്താണ് പോളിമേഴ്സ് ആണ്. എല്ലാ പ്രോട്ടീൻസും അല്ല, ന്യൂക്ലിക് ആസിഡ്, അപ്പൊ DNA, RNA എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊക്കെ പോളിമേഴ്സ് ആണ്. അതൊക്കെ എവിടെയാണ്, നമ്മുടെ ബോഡിയിൽ കാണുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നാച്ചുറൽ പോളിമേഴ്സ് എന്താണ്, നാച്ചുറൽ കാണപ്പെടുന്ന പോളിമേഴ്സ് എല്ലാവരും നമ്മൾ നാച്ചുറൽ എന്ന് പറയും. അപ്പൊ എന്താണ്, എല്ലാ ബയോ പോളിമേഴ്സും നാച്ചുറൽ പോളിമേഴ്സ് ആണ്, പക്ഷെ എല്ലാ നാച്ചുറൽ പോളിമേഴ്സും ബയോ പോളിമേഴ്സ്. അതായത് ബയോ പോളിമേഴ്സും നാച്ചുറൽ പോളിമേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ മക്കളെ, ബയോ പോളിമർ എന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് ബീയിങ്സിൽ കാണുന്ന പോളിമേഴ്സ് ആണ്. നാച്ചുറൽ എന്ന് വെച്ചാൽ ലിവിങ് ബീയിങ്സ് തന്നെ ആവണമെന്നില്ല, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏത് സാധനവും എന്താണ്, നാച്ചുറൽ പോളിമേഴ്സ് ആണ്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് പറയാം, സിൽക്ക് എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴുവിൽ കാണുന്ന,
അപ്പൊ സിൽക്ക് എന്താണ്? സിൽക്ക് ഒരു ബയോപോളിമറും ആണ്, അതുപോലെ ഒരു നാച്ചുറൽ പോളിമേഴ്സും ആണ്. ഓക്കെ. അപ്പൊ സ്റ്റാർച്ച് എന്ന് വെച്ചാൽ പഴങ്ങളിലും മറ്റു കിഴങ്ങുകളിലും മറ്റൊക്കെ കാണുന്ന സ്റ്റാർച്ച് കാണും. അപ്പൊ സ്റ്റാർച്ച് എന്താണ്? അത് ലിവിങ് ബീയിങ്സിൽ കാണുന്നതാണ്. ഓക്കെ. സെല്ലുലോസ് എവിടെയാ കാണുക? സെൽ വാളുകളിൽ കാണുന്ന സെല്ലുലോസ്. സെല്ല് എന്ന് വെച്ചാൽ ലിവിങ് ബീയിങ് ആണോ? അല്ല. എന്നുവെച്ചാൽ ലിവിങ് ബീയിങ്ങിന്റെ ഉള്ളിലുള്ളതാണ് സെൽസ്. അപ്പൊ സെല്ലുലോസ് വെച്ച് കഴിഞ്ഞാൽ അത് ലിവിങ് ബീയിങ്ങിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ലിവിങ് ബീയിങ്ങിൽ തന്നെ ഉള്ളിൽ കാണുന്ന ഒരു സാധനമാണ് വേണം നമുക്ക് സെല്ലുലോസിനെ പറയാം. പ്രോട്ടീൻസ് ലിവിങ് ബീയിങ്സിന്റെ ഉള്ളിലും കാണാം, പുറത്തും കാണാം. പക്ഷെ അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. ന്യൂക്ലിക് ആസിഡ് ലിവിങ് ബീയിങ്ങിന്റെ ഉള്ളിൽ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും അത് കൺഫ്യൂസ് ഒന്നും ആവണ്ട. സിമ്പിൾ ആയിട്ട് അത്ര നാച്ചുറൽ പോളിമേഴ്സ് എന്ന് വെച്ചാൽ നാച്ചുറൽ കാണപ്പെടുന്നതാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അത് ബയോ പോളിമേഴ്സും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ റബ്ബേഴ്സ് ഒന്നും നമ്മൾ എല്ലാ ജീവികളിലും കാണുന്നില്ല. അത് പല വസ്തുക്കളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഓക്കെ. നാച്ചുറലായിട്ട് കാണുന്ന റബ്ബേഴ്സും ഉണ്ട്. അപ്പോൾ നാച്ചുറൽ പോളിമേഴ്സ് എന്താണ്? ഫൗണ്ട് ഇൻ നേച്ചർ ആൻഡ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ്. പക്ഷെ എല്ലാം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പലതിനും പല പ്രശ്നങ്ങളുണ്ട് അല്ലേ? അപ്പൊ എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടാവും? നമ്മൾ സാധാരണ നാച്ചുറലായിട്ട് കാണുന്നതാണ്. ഇപ്പൊ ക്ലോത്ത് നമ്മൾ കോട്ടൺ തുണികൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ജൂട്ടിന്റെ തുണികൾ ഉണ്ടാക്കുന്നത്, നോർത്ത് ഇന്ത്യയിലൊക്കെ ജൂട്ടിന്റെ തുണികൾ, കമ്പിളിന്റെ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? പരുത്തി തുണികൾ, അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? അത് കംഫർട്ടബിൾ ആണ് ഇടാനൊക്കെ. ഇപ്പൊ ചൂട്ടിനൊക്കെ കോട്ടൺ തുണികൾ എന്ന് വെച്ചാൽ നല്ല സുഖം ഉണ്ടാവും. ഹൈ എയറേഷൻ, ശരിയാണ്. കാരണം നാച്ചുറൽ ആയിട്ട് ഉണ്ടോണ്ട് നന്നായിട്ട് അതിനകത്ത് ഒരുപാട് എന്താണ് ഗ്യാപ്പ്, ചെറിയ ചെറിയ ഗ്യാപ്പ് ഒക്കെ ഉണ്ട്. നമുക്ക് നല്ല കാറ്റും ഇതൊക്കെ കടക്കുന്നുണ്ട്, നല്ല സുഖമായിരിക്കും ഇടാൻ അല്ലേ? അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണക്കാനൊക്കെ പറ്റും. പെട്ടെന്ന് അബ്സോർബ് വാട്ടർ വെരി ഈസി. പെട്ടെന്ന് തന്നെ വെള്ളം നനയും, അതുപോലെ തന്നെ വെള്ളം പോവുകയും ചെയ്യും. പിന്നെ അങ്ങനെ വെറുതെ ഇങ്ങനെ ലോ ഇൻഫ്ലാമേഷൻ അത് കത്തിപ്പോലും കത്തും, എല്ലാ തുണിയും കത്തും. പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണെന്നാണ് മെറിറ്റിൽ പറയപ്പെടുന്നത്. പക്ഷെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? ഇത് നാച്ചുറലി ആയതുകൊണ്ട് കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അതിന് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടാൻ. തുണിയൊക്കെ പെട്ടെന്ന് നിങ്ങൾ ചോദിക്കും, അത് ടീച്ചറെ തുണിയൊക്കെ നമ്മൾ തുണി കിട്ടുന്നുണ്ട്, പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ കുറച്ച് അവൈലബിലിറ്റി കുറച്ചൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ പട്ടുനൂൽ പുഴു എന്ന് വെച്ചാൽ നമ്മൾ പുഴുവിനെ ഒരുപാട് വളർത്തിയിട്ടാണ് നമ്മൾ കോട്ടൺ ഉണ്ടാക്കാൻ, പട്ടുനൂൽ എന്ന് പറയുന്ന ആ ഒരു സിൽക്ക് ഉണ്ടാക്കാൻ. ഓക്കെ. കോട്ടൺ എന്ന് വെച്ചാൽ കോട്ടൺ ചെടികൾ, അതായത് പരുത്തി ചെടികൾ ആക്കിയിട്ടുണ്ട് നമ്മൾ പരുത്തി തുണികൾ ഉണ്ടാകും. സിൽക്ക് ഉണ്ടാക്കാൻ പട്ടുനൂൽ പുഴുകൾ അങ്ങനെ മൾബറി ഒക്കെ കൊടുത്ത് അതിനെ വളർത്തിയിട്ട് വേണം പട്ടുനൂൽ ഉണ്ടാക്കുക. അപ്പൊ അതൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ എന്താണ് ഈസിലി റമ്പിൾ, ചുളിയും. ഇപ്പൊ കോട്ടൺ തുണികളൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇസ്തിരി ഇടാതെ ഉപയോഗിക്കാം. അത് അയൺ ബോക്സ് അയൺ ചെയ്യാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? അതെപ്പോഴും പെട്ടെന്ന് ചുളിയുന്ന ടൈപ്പാണ്. പിന്നെ ഉണ്ടാക്കാനും ഡെഫിനറ്റ്ലി ഹൈ കോസ്റ്റ് ഓഫ് മേക്കിംഗ്. കോട്ടൺ തുണികൾക്ക് നല്ല വില കൂടുതലാണ്, ഉണ്ടാക്കാനും നല്ല പ്രയാസമാണ്. എന്താ വെച്ചാൽ കോസ്റ്റ് ഓഫ് മേക്കിംഗ് കുറച്ച് കൂടുതലാണ്. പ്രയാസം എന്നല്ല, കോസ്റ്റ് ഓഫ് മേക്കിംഗ് കുറച്ച്. കാരണം പുഴുവിനെ വളർത്തി അതിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് സിൽക്ക് ഒക്കെ ഉണ്ടാക്കുന്നത്. കോട്ടൺ ആണെങ്കിൽ കോട്ടൺ ചെടികൾ വളർത്തി അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കണം, കുറച്ച് പ്രയാസമാണ്. പിന്നെ ഡ്യൂറബിലിറ്റി കുറച്ച് കുറവാണ്. അധികം കാലം നിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാലം തന്നെ വിയറിംഗ് ടയറിംഗ് ഒക്കെ കുറച്ച് കൂടുതൽ. കാരണം എന്താണ്? നാച്ചുറൽ സാധനങ്ങളാണ്, ഒരുപാട് കാലം ലോങ് ടേം യൂസിന് വേണ്ടി പറ്റിയ സാധനങ്ങളല്ല നാച്ചുറൽ സാധനങ്ങൾ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് വേണം? കുറച്ചുകൂടി ഡ്യൂറബിൾ ആയിട്ടുള്ള, കുറച്ചുകൂടി അവൈലബിലിറ്റി കൂടിയ, ചെറിയ വിലക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ വേണം. അവിടെയാണ് നമ്മൾ സിന്തറ്റിക് പോളിമേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു കാറ്റഗറി വരുന്നത്. അപ്പൊ സിന്തറ്റിക് പോളിമേഴ്സ് എന്താണ്? ബേസിക്കലി ദേ ആർ പോളിമേഴ്സ് മെയ്ഡ് ത്രൂ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്, ലാബിലും എക്സ്പെരിമെന്റ് ലാബറട്ടറിയിലൊക്കെ ഉണ്ടാക്കുന്ന പോളിമേഴ്സ് നമ്മൾ എന്ന് പറയുന്നത് സിന്തറ്റിക് പോളിമേഴ്സ്. നമ്മുടെ ചുറ്റും കാണുന്ന ഒരുപാട് സാധനങ്ങൾ സിന്തറ്റിക് പോളിമേഴ്സ് ആണ്. നാച്ചുറൽ ആയിട്ടുണ്ട്. ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അവരൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. റബ്ബേഴ്സ് ഒക്കെ നാച്ചുറലായി കാണുന്നതുണ്ട്, പക്ഷെ കൂടുതലും സിന്തറ്റിക് ആയിട്ടുള്ള പോളിമേഴ്സ് നമ്മൾ ചുറ്റും കാണണം. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നൈലോൺ, ടെറിലീൻ, PVC അഥവാ പോളി വിനൈൽ ക്ലോറൈഡ്, ബേക്കലൈറ്റ്, പോളിയസ്റ്റർ, നമ്മൾ പോളിസ്റ്റർ ഷർട്ട് എന്നൊക്കെ പോളിയസ്റ്റർ, അതുപോലെ പോളി വിനൈൽ അസറ്റേറ്റ്, അതാണ് നമ്മൾ ചൂയിങ് ഗംത്തിലുള്ള പോളി വിനൈൽ അസറ്റേറ്റ്. ഇതൊക്കെ സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഓക്കെ. ഇതിൽ ഈ പോളി വിനൈൽ ക്ലോറൈഡ് ബേക്കലൈറ്റ് നമ്മൾ നേരത്തെ പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, നൈലോൺ എന്താണ് ഫൈബറിന്റെ കാര്യത്തിൽ പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ എന്താണ്? സിന്തറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ സിന്തറ്റിക് ആയിട്ടുള്ള ഫൈബേഴ്സ്, അതായത് ആർട്ടിഫിഷ്യലി നമ്മൾ ഉണ്ടായിട്ടുള്ള കുറച്ച് നാരുകളെ പറ്റി നമുക്ക് പഠിക്കാം. അവരുടെ കുറച്ച് കാര്യങ്ങളും അവരുടെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സിന്തറ്റിക് ഫൈബേഴ്സിൽ നമ്മൾ രണ്ട് ആൾക്കാർ കണ്ടു. ആരൊക്കെയാണ്? നൈലോൺ ഉണ്ട്, റയോൺ ഉണ്ട്. അപ്പൊ നൈലോൺ എന്താണ്? ആദ്യമായിട്ട് ഉണ്ടാക്കിയ ആർട്ടിഫിഷ്യൽ ഫൈബർ ആണ് ആര്? നൈലോൺ. റയോൺ എന്ന് വെച്ചാൽ സെമി സിന്തറ്റിക്, ഫുള്ളായിട്ട് സിന്തറ്റിക് അല്ല, നാച്ചുറൽ ഫൈബേഴ്സിനെയും സിന്തറ്റിക് ആയിട്ടുള്ള കുറച്ച് കെമിക്കൽസും കൂടി ചേർന്നിട്ട് സെമി സിന്തറ്റിക് ഫൈബർ ആണ് റയോൺ. അതിന് ആർട്ടിഫിഷ്യൽ സിൽക്ക് എന്ന് പറയും. റയോൺ മെറ്റീരിയൽസ് സിൽക്ക് പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ അതൊരു ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ. താഴെ ഞാൻ ഇതിപ്പോ ഈ മഞ്ഞ കളറുള്ള ചരടും അതുപോലെ തന്നെ മീൻ വലകളൊന്നും നിങ്ങൾ ഒരിക്കലും കാണാത്തതോ കേൾക്കാത്തതോ ആയിട്ടുള്ള ആൾക്കാർ ആരും ഉണ്ടാവില്ല. നിങ്ങൾ വീട്ടിലൊക്കെ മിക്കവാറും കിണറിനൊക്കെ കയർ ഉപയോഗിക്കണം. മിക്കവാറും ഈ യെല്ലോ കളറുള്ള കയറുകൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളിപ്പം അയ കെട്ടാനും അല്ലെങ്കിൽ എന്തെങ്കിലും കെട്ടാനൊക്കെ ഇതുപോലത്തെ കയറുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ അതെന്താണ്? കയറുകളല്ല, ഇതുപോലത്തെ ചരടുകൾ, ചരടുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതെന്താണ്? ഇതൊക്കെ നൈലോൺ മെയ്ഡാണ്. നൈലോൺ ത്രെഡുകളാണ് ഇതിന് ഉപയോഗിക്കുക. ഇപ്പം മീൻ വല, അതുപോലെ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ നൈലോൺ ത്രെഡുകൾ, നൈലോണിന്റെ നാര് ഉപയോഗിച്ചിട്ടാണ് ഈ വലകളും മറ്റൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് പൊട്ടിക്കാനൊക്കെ ഭയങ്കര പ്രയാസം. നിങ്ങൾ നൈലോണിന്റെ വല കണ്ടിട്ടുണ്ടെങ്കിലോ ഈ ഒരു
ചരട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, അത് നമുക്ക് പൊട്ടിക്കാനും മുറിക്കാനൊക്കെ കുറച്ച് പ്രയാസമാണ്. അത് കത്തിയൊക്കെ വെച്ച് മുറിക്കാൻ പറ്റും, ബട്ട് അല്ലാതെ വലിച്ചിട്ട് പൊട്ടുന്നോ അങ്ങനത്തെ പ്രശ്നമൊന്നും വേണ്ട. അതുകൊണ്ടാണ് മീൻപിടുത്തത്തിനും മറ്റൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ സിന്തറ്റിക് ഫൈബേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ചീപ്പാണ്, ഉണ്ടാക്കാൻ ഭയങ്കര അത്ര പണിയില്ല. കാരണം എന്താ, നമ്മൾ നാച്ചുറൽ ആയിട്ട് എടുക്കുന്ന സാധനം ലാബിലുള്ള സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ താരതമ്യേന ചീപ്പറാണ്. അതായത് കോട്ടൺ ആയത്, നാച്ചുറൽ ആയിട്ടുള്ള കോട്ടൺ, വൂൾ, ജൂട്ട്, കയർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ചീപ്പാണ്. പിന്നെന്താണ്, നല്ല ഡ്യൂറബിലിറ്റിയാണ്, ഒരുപാട് കാലത്തേക്ക് എത്തിക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല. കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലിന് കുറച്ച് പാടായിരിക്കും, പക്ഷേ ഒരുപാട് കാലം എത്തും. പിന്നെന്താ, ചുളിവൊക്കെ താരതമ്യേന കുറവാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് എടുക്കുമ്പോൾ ഇട്ടിട്ടുള്ള ഷർട്ട് ഉണ്ടല്ലോ, ഇതൊരു പോളിയസ്റ്റർ ഷർട്ടാണ്. പോളിസ്റ്ററിന്റെ ഷർട്ട് ആയതുകൊണ്ട് ചുളിവിന്റെ പ്രശ്നമൊന്നുമില്ല. ചെറുതായിട്ട് ചുളിവ് ഞാൻ ഇരിക്കുന്നതുകൊണ്ടാണ്, പക്ഷേ ചുളിവിന്റെ പ്രശ്നമൊന്നുമില്ല, ഒരുപാട് കാലത്തേക്ക് നിൽക്കുകയും ചെയ്യും, ചുളിവൊന്നും ഉണ്ടാവില്ല, അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താണ്, പെട്ടെന്ന് തന്നെ അത് ആറും, ഈസി ടു ഡ്രൈ ആണ്. ഓക്കെ, പിന്നെ പെട്ടെന്ന് ഈസിലി അവൈലബിൾ ആണ്. പിന്നെ ആകെ ഒരു പ്രശ്നം വെച്ചാൽ പോളിസ്റ്റർ ഷർട്ടൊക്കെ ചൂടിന്റെ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ, ചൂടുള്ള സമയത്തൊക്കെ ആണെങ്കിൽ വേർത്ത് കുളിച്ച് നനഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടി കുളിക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തിക്കുന്ന ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്, ലോ എയറേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകതകളാണ്, ചീപ്പാണ്, ഡ്യൂറബിൾ ആണ്, എന്താണ്, റിങ്കിളൊന്നും ഇല്ല, ഡ്രൈയിങ് ആണ്, പെട്ടെന്ന് ഡ്രൈ ചെയ്യും, ഈസിലി അവൈലബിൾ ആണ്, എന്താണ്, പക്ഷെ ലോ എയറേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, ഇതിനെ നമ്മൾ കുറച്ചുകൂടി മെച്ചപ്പെടണം, നല്ലൊരു ഫൈബർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ നമ്മൾ നാച്ചുറൽ ഫൈബറുമായിട്ട് ചേർന്ന്, റയോണിന്റെ കാര്യം പറഞ്ഞ പോലെ നാച്ചുറൽ ഫൈബറോട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിടും, കുറച്ച് ലിമിറ്റേഷൻ. അതായത് സിന്തറ്റിക് ഫൈബേഴ്സ് ഞാൻ ഇപ്പോൾ ലോ എയറേഷൻ പറഞ്ഞു, അതുപോലെ ഇപ്പോൾ വാട്ടറുമായിട്ട് മിക്സ് ആവുന്നൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എയറേഷൻ തന്നെ മെയിൻ ഇഷ്യൂ. അതുപോലെ കുറച്ച് വേറെ നമ്മളിപ്പോൾ മറ്റേതിൽ കാണുന്നത് പോലത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഇതിന് കുറവാണ്. കാരണം ഇത് കെമിക്കലി ആയതുകൊണ്ട് തന്നെ, നന്നായിട്ട് മിക്സ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറലി കിട്ടുന്ന കുറേ പ്രോപ്പർട്ടീസ് ഇതിന് കിട്ടില്ല. കുറച്ചുകൂടി എന്താണ്, ഇപ്പോൾ വാട്ടറുമായിട്ട് മിക്സ് ആയാലൊക്കെ കുറച്ചൊരു കുറവായിരിക്കും. അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നാച്ചുറൽ ആയിട്ടുള്ള ഫൈബേഴ്സ്, അത് കോട്ടൺ പോലെ ഇതായിട്ട് മിക്സ്, കോട്ടൺ മിക്സ് എന്നൊക്കെ നമ്മൾ ക്ലോത്ത്സ് കാണുമ്പോൾ കോട്ടൺ മിക്സ് ആയിരിക്കും, കോട്ടൺ റയോൺ മിക്സ്, കോട്ടൺ ലിനൻ മിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കാം. അതെന്താണ്, അത് അതിന്റെ കുറച്ചുകൂടി ഇതുപോലെ ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മൾ പുതിയ സിന്തറ്റിക് ഫൈബേഴ്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഫൈബേഴ്സിന്റെ കാര്യം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ്. നമ്മൾ എന്ത് ചെയ്തു, വളരെ ചെറിയൊരു പോർഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക്കിൽ ഫൈബർ എന്താണെന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക്കിന്റെ ഇനി വരാൻ പോകുന്നേ. അപ്പൊ അത് പോളിമേഴ്സ് എന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന 3 ആൾക്കാരാണെന്ന് പറഞ്ഞു. ആരൊക്കെ? ഫൈബേഴ്സ് അഥവാ നാരുകൾ, പിന്നെ നമ്മൾ കണ്ടു ആര്, പിന്നെ നമ്മൾ പ്ലാസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു, പ്ലാസ്റ്റിക്സ് കണ്ടു. പിന്നെ എന്ത് ചെയ്ത്, റബ്ബർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷനും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ എന്താണ്, 3 കാറ്റഗറി. ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ നാരുകൾ എന്ന് പറയുമ്പോൾ കോട്ടൺ, വൂള്, കയറ്, കൂടാതെ നയോൺ, നൈലോൺ, റയോൺ ഒക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് എന്താണ്, PVC, പോളിത്തീൻ, ബേക്കലൈറ്റ് നമ്മൾ കണ്ടു. റബ്ബർ എന്ന് വെച്ചാൽ നാച്ചുറൽ സിലിക്കോൺ റബ്ബർ ഉണ്ട്, നിയോപ്രീൻ ഉണ്ട്. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ, വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിലുള്ള ചെറിയ കാര്യങ്ങൾ നന്നായിട്ട് നമ്മുടെ ചുറ്റുപാടൊക്കെ കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഇനിയിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ എത്തിയല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. So with this, I conclude this video. So thank you for watching. Manorama Horizon. Learning made simple.